ആരെ കുറ്റം പറയേണ്ടതുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്, ഓടിക്കോളെ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടുന്നു. കാരണം അതെന്തോ ഒരു അക്രമം പറയാനാണ്. അല്ല, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ നമ്മളാരും വലിയവരല്ല, ഈശ്വരനാ, ദൈവ വലിയവനാ. ആ ആശയം ആളുകൾ കേട്ടാൽ സന്തോഷിക്കണ്ടേ? ഞാനോ നീയോ വലിയവൻ എന്ന നിലക്കുള്ള മത്സരമല്ലേ നാട് നശിപ്പിച്ചത്, ലോകങ്ങൾ തകർത്തത്? അല്ലെ, ബുഷിന് തോന്നി ബുഷാണ് വലിയ ആളുണ്ട്, സദ്ദാമിന് തോന്നി സദ്ദാമാണ് വലിയവൻ. ആരാ അക്ബർ? രണ്ടാളും അക്ബർ അല്ല, അള്ളാഹുവാണ് അക്ബർ. അങ്ങനെ ചിന്തിച്ചു നോക്കൂ. അല്ലേ, അയൽക്കാരന് അസൂയ. ഒരു ടെലിവിഷന്റെ പരസ്യം വരലുണ്ടായിരുന്നു. എന്താണ്? അയൽവാസിക്ക് അസൂയ. അത് മാർക്കറ്റിംഗ് ആണ്. അയൽവാസിയേക്കാൾ ഞാൻ ഉന്നതനാവണമെന്നാ, ഞാൻ ഉയരണമെന്നാണ്. ആരും ഉയർന്നിട്ട് ഒരു കാര്യമില്ല. മനുഷ്യന്മാരെല്ലാവരും വിനയം കാണിച്ച് പടച്ചവനാണ് ഏറ്റവും വലിയവൻ എന്ന് വിചാരിച്ചു പോകണ്ടേ? അതിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുവാനുള്ള ശ്രമം വേണ്ടേ? ഈ പറഞ്ഞ അതിന്റെ അർത്ഥം സർവമത സത്യവാദമാണെന്ന് പറയണോ? ഞാൻ പറഞ്ഞു, ഈ സർവമത സാഹോദര്യം എന്ന് പറയുന്നതും സർവമത സത്യവാദം എന്ന് പറയുന്നതും ഒന്നല്ല. മാറാട് സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് ഏറ്റവും ഇപ്പോഴും വേദനയുള്ളൊരു സംഭവം, ഹക്കും ബാത്തിലും ഒക്കെ മനസ്സിലാക്കുന്നിടത്ത് നമ്മുടെ ആളുകൾ എത്തിയത്. മാറാട് സംഭവം കഴിഞ്ഞപ്പോൾ കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു യോഗം വിളിച്ചു, ഭാരത് സേവക് സമാജ്. അന്ന് മന്ത്രിയായിരുന്ന പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. സുജനപാൽ MLA അധ്യക്ഷം വഹിച്ചു. ഓരോ മതവിഭാഗത്തിൽ നിന്നും ഓരോ ആളുകളെ വിളിച്ചു പ്രസംഗിക്കാൻ. ഒരുപാട് സ്ത്രീകളും കുട്ടികളും വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ ടൗൺ ഹാളിലും പരിസരത്തും. അപ്പോ എന്താ പറയേണ്ടത് അവിടെ പറയേണ്ടത്, മനുഷ്യരെ നമ്മളൊക്കെ സാഹോദര്യത്തിൽ കഴിയണം. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു ഈ ലോകത്തിനൊരു ദൈവമുള്ളത്. നമ്മൾ പല പേര് പറഞ്ഞാലും അതിന് വിശദീകരണങ്ങൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. വേറെ കാര്യം, മനുഷ്യരാശി ഒന്നാണ്. ഞാൻ ഖുർആൻ ഓതി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വെട്ടി മരിക്കരുത്, തീയിടരുത്, ആളുകളെ പുറത്താക്കരുത്. ഇങ്ങനെ ജീവിക്കണം, മനുഷ്യ സാഹോദര്യം ഉണ്ടാകണം. നമുക്കിടയിൽ ഐക്യമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, ഐക്യമില്ലാത്ത വിഷയങ്ങളുമുണ്ട്. അപ്പൊ ഐക്യപ്പെടുന്ന വിഷയങ്ങളെ പഠിക്കുക, ഐക്യമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. ഇത് വ്യക്തിപരമാണ് മതവും ആദർശവും എന്ന് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാം. കോഴിക്കോടിന്റെ പാരമ്പര്യം കളയരുത്. ഞാൻ പ്രസംഗിച്ചു, ഒരു വിഷയവുമില്ല. അത് നന്നായി പലരും എന്നോട് പറഞ്ഞു. മന്ത്രിയുടെ പ്രസംഗമൊക്കെ അച്ചടിച്ചു വന്നു. എന്നിട്ട് എന്താ ഉണ്ടായെന്നറിയോ? നമ്മുടെ ചില സുഹൃത്തുക്കൾ ഈ കടലാസ് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ടോ ഏത് മതത്തിലും വിശ്വസിച്ചാൽ മതി, സർവമത സാഹോദര്യം, ഹുസൈൻ മടവൂർ എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ഷേഖ് അബ്ദുൽ അസീസ് ആലു ഷേഖിന് അയച്ചു കൊടുത്തു. ഭയങ്കര കടുപ്പല്ല ചെയ്ത്. സംഘടനാ പ്രശ്നം ഉണ്ടായപ്പോഴൊരു സംഭവമാണ്. മുജാഹിദ് സംഘടനയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ ഷേഖ് അബ്ദുൽ അസീസ് ആലു ഷേഖ്, ഞാൻ മക്കയിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് പരിചയമുള്ളൊരു മഹാപണ്ഡിതനാണ് അദ്ദേഹം. കാരണം ഞാൻ റിയാദിൽ പോയപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു, വെറുതെ ഒരു സലാം പറഞ്ഞു പോരാൻ വേണ്ടി. അപ്പൊ അദ്ദേഹനോട് പറഞ്ഞു, ഹുസൈൻ നിന്റെ പേരിൽ ഇവിടെ പരാതിയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ പരാതി? ഫയൽ കൊണ്ടുവരാമോ? എന്റെ പേരിലൊരു ഫയലുണ്ട് അവിടെ. ആ ഫയലിൽ എഴുതി വച്ചിരിക്കുന്നു, ഇങ്ങനെ ഹുസൈൻ മടവൂർ എന്ന് പറയുന്ന ഒരാൾ സൗദിയിൽ ഇടക്കിടക്ക് വരും. അദ്ദേഹം സർവമത സത്യവാദി, ഏത് മതം സ്വീകരിച്ചാലും മതി എന്നാ പറയുന്നത്. അതൊരു സപ്പോർട്ടിംഗ് ആയിട്ടൊരു പത്രക്കട്ട്. ആ കട്ടിങ്ങിൽ അത് സൗദിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മലയാളം ന്യൂസ് പത്രം. ഇവിടുത്തെ എല്ലാ പത്രവും മന്ത്രി ശങ്കരന്റെ, അങ്ങനെയാണല്ലോ ഒരു മന്ത്രി പ്രസംഗിച്ചാൽ അയാളുടെ വാചകങ്ങളല്ലേ കൊടുക്കുക, അതാണ് കൊടുത്തത്. ഈ പത്രത്തിൽ എന്റെ വാചകമാണ് കൊടുത്തത്. അതിൽ തന്നെ ഒരു ദുരുദ്ദേശമുണ്ട്. ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞു, ഇത് കളവാണ്. ഞാൻ പറഞ്ഞത് മനുഷ്യരോട് മനുഷ്യ സ്നേഹത്തിൽ ജീവിക്കണമെന്നാണ്. ഞാൻ കോഴിക്കോട്ട് പറഞ്ഞു, ഒരു യോഗത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെ എഴുതി കൊടുത്താലും എനിക്ക് വർഗീയവാദിയാകാൻ കഴിയില്ല. ഏത് ശേഖരം എഴുതി കൊടുത്താലും, നിങ്ങൾ എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്താലും നമുക്ക് മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ച് പറയാനേ കഴിയുള്ളൂ. അത് ആ മാർഗത്തിൽ എന്ത് നഷ്ടം സംഭവിച്ചാലും അവസാനം വരെ ഒറ്റക്ക് നിന്ന് മനുഷ്യരാശി ഒന്നാണ് എന്ന് ഖുർആനിന്റെ ആദർശം പറയേണ്ടവരാണ് നമ്മൾ. അപ്പോ മനുഷ്യരൊന്നാണ്, ആ നിലക്ക് മുന്നോട്ട് പോകണം. അതിന്റെ അർത്ഥം എല്ലാ വിശ്വാസവും ഒന്നാണെന്നല്ല. വിശ്വാസം വ്യത്യാസമുണ്ട്, മതങ്ങൾ വ്യത്യാസമുണ്ട്. ഒരേ മതത്തിൽപ്പെട്ട ആളുകൾ യോജിപ്പുള്ളതും വിയോജിപ്പുള്ളതുണ്ട്. അത് ഇന്ന വിഷയത്തിൽ യോജിപ്പുണ്ട്, ഇന്ന വിഷയത്തിൽ വിയോജിപ്പാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ആ വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് തെരഞ്ഞെടുത്തൂടെ? ആ നിലക്ക് നമ്മൾക്കൊന്ന് ഉയർന്നു വന്നുകൂടെ? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ കോഴിക്കോടിനടുത്ത് തെരുവത്ത് അമ്പലത്തിൽ, തെരുവത്ത് ഉത്സവം എന്നൊരു ഉത്സവമുണ്ട് അമ്പലത്തിൽ. അവരെന്നെ വിളിച്ചു ഒരിക്കല് ഇസ്ലാമിനെ കുറിച്ച് പറയാനാണ്. അമ്പലത്തിന്റെ മുറ്റത്ത് വിവിധ മതക്കാർ ഒന്നിച്ചു കൂടിയാണ്. നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാഞ്ഞിക്കാവിൽ കുഞ്ഞികൃഷ്ണൻ അവരുകളെ എന്നെ ക്ഷണിച്ചുകൊണ്ടായിരുന്നു. ആ അമ്പലത്തിന്റെ ഒക്കെ ഒരു ഭാരവാഹിയാണ്. എന്നോട് പറഞ്ഞു, നിങ്ങൾ
ഒരു അരമണിക്കൂർ നേരം ഇസ്ലാമിനെ കുറിച്ച് പറയണം. ഇവിടെ എല്ലാവരും ഉണ്ടാവും ധാരാളം. ഞാൻ അരമണിക്കൂർ സംസാരിച്ചു. ഞാനതിൽ ഊന്നി പറഞ്ഞ എന്താണെന്നറിയോ? എല്ലാ മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യ സ്നേഹമുണ്ട്. എല്ലാ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ സ്നേഹമുണ്ട്. ഭാരതീയ സങ്കല്പത്തിൽ തന്നെ ഒരു ജീവിയെയും നോവിക്കരുത് എന്നുള്ളത്. വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരു കുടുംബം എന്നാണ്. എന്ന് ഞാൻ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ നിർത്താൻ വാച്ചിൽ നോക്കുമ്പോൾ എനിക്കൊരു സ്ലിപ്പ് തന്നവർ, നിങ്ങൾക്ക് 15 മിനിറ്റ് കൂടി സംസാരിക്കാം, ഇത് ഇനിയും ഇവിടെ പറയണം. ഞാൻ എൻ്റെ ബസ് പോവില്ലേ, ബസ് പോയെങ്കിൽ ഞങ്ങൾ ടാക്സിയിൽ വണ്ടിയിൽ അവിടെ കൊണ്ടായിത്തരങ്ങൾ ഇനി ഇത് പറയണം എന്നാണ്. ഇത് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഒരു മനുഷ്യൻ അമ്പലത്തിന്റെ ആളായി എന്നാണോ? അങ്ങനെ വിചാരിക്കേണ്ടതുണ്ടോ നമുക്ക്? KP മുഹമ്മദ് മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് റഹിമഹുല്ലാ 18 വർഷം മുമ്പ് തിരുവനന്തപുരത്തെ പാളയം പള്ളിയിൽ നിന്ന് മൗലവിക്ക് മുജാഹിദ് സെന്ററിലേക്ക് ഒരു കത്ത് വന്നു. തിരുവനന്തപുരം പാളയം പള്ളി ഷാവാൻകുട്ടി സാഹിബൊക്കെ അവിടെയുള്ള കാലത്താണ്. കുട്ടിയമ്മ സാഹിബൊക്കെയാണ് അത് ഡിസൈൻ ചെയ്തത്. ആ പള്ളിയിൽ റബീഉൽ അവ്വൽ മാസത്തിൽ 1 മുതൽ 12 വരെ ഇസ്ലാമിക മതപ്രഭാഷണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇതിലേക്ക് മുജാഹിദും ജമാഅത്തും തബ്ലീഗും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയും ഇതിലൊന്നും പെടാത്തയും പണ്ഡിതന്മാരെ ക്ഷണിക്കുകയാണ്. 3 ദിവസം മുജാഹിദ് പണ്ഡിതന്മാരെ അയച്ചു തരണം. KP മുഹമ്മദ് മൗലവി എന്നെ വിളിച്ചു. ഈ ദൂരെ പോയി പ്രസംഗിക്കാന്നൊക്കെ പറഞ്ഞാൽ അന്നൊക്കെ കുറച്ചാളെ പോകുള്ളൂ. നമ്മളൊക്കെ ഒരു യുവത്വത്തിന്റെ ആവേശത്തിൽ പോകുന്ന കാലമാണ്. എന്നോട് പറഞ്ഞു ഇവിടെ പോകണം, തിരുവനന്തപുരം പാളയം പള്ളിയിൽ പോയി പ്രസംഗിക്കണം. അതിന്റെ നോട്ടീസ് തന്നെ മീലാദ് പ്രഭാഷണം എന്നാണ്. ഞാൻ പറഞ്ഞു മൗലവി നമ്മളെന്താ മീലാദ് പ്രഭാഷണത്തിൽ പങ്കെടുക്കും, നമ്മൾ നബിദിനം ആഘോഷിക്കലില്ലല്ലോ, വിദേഹത്താന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ. അപ്പൊ മൗലവി എന്നോട് പറഞ്ഞു തിരുവനന്തപുരം പാളയം പള്ളിയുടെ ആളുകൾ എനിക്ക് കത്തയച്ചിട്ട് 3 മുജാഹിദ് പണ്ഡിതന്മാരെ അയച്ചു തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി പ്രസംഗിക്കണം. നാം പഠിച്ച ദീൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരതിനൊക്കെ വികാസമുള്ള ഹൃദയമുള്ളവരാണ്. മാത്രമല്ല അവിടെ മന്ത്രിമാർ, MLA മാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പോയി. KK സുല്ലമി പോയി. അതങ്ങനെ തുടർന്നു വരികയാണ്. മുജാഹിദ് പ്രസ്ഥാനത്ത് പിളർപ്പുണ്ടായ ശേഷവും സുഹൈർ ചുങ്കത്തറ പോയി, ശംസുദ്ദീൻ പാലത്ത് പോയി, എല്ലാവരും പോയി. ഈ കൊല്ലം അവർ എനിക്ക് ഒഴിവുണ്ടാവുമ്പോൾ ഞാനും പോയി. അവിടെ തൗഹീദ് പറയാം, സുന്നത്തും വിദേഹത്തും പറയാം, ഖുർആൻ പറയാം. അവർ മാന്യന്മാരാണ്. പക്ഷെ പറയുന്ന ആളും മാന്യനാവണം എന്നുള്ളൊരു നിബന്ധന ഉണ്ട് അവർക്ക്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ചെന്ന് അത് കച്ചറാക്കി പോരുന്ന ആള് അവർ വിളിക്കൂല, ഏത് പാർട്ടിപ്പെട്ടവരായാലും, സുന്നിയായാലും മുജാഹിദായാലും ആരായാലും. അങ്ങനെ ഇത്തവണ ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ ക്യാമ്പയിൻ ഉദ്ഘാടനമാണ് കഴിഞ്ഞ മാസം 18-ാം തീയതി. 17-ാം തീയതി കൊളംബോയിലൊരു ജമിയത്തുൽ ഉലമ വാർഷികം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്റെ ടൈം കണക്കാക്കി കൊളംബോയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നാൽ 18-ാം തീയതി ഗാന്ധി പാർക്കിൽ നമ്മുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം കഴിഞ്ഞാൽ 19-ന് ഇതും കൂടി പങ്കെടുത്ത് പോരാന്ന് ബുക്കിംഗ് ഒക്കെ ചെയ്ത്. അപ്പൊ കാലക്കേടിന് ഈ 19-ാം തീയതിയാണ് ഈ പ്രഭാഷണ പരമ്പര തുടങ്ങുന്നത്. പിറ്റേ ദിവസത്തെ മാധ്യമം പത്രത്തിൽ വന്ന റിപ്പോർട്ടിൽ മീലാദ് പ്രഭാഷണം ഹുസൈൻ മടവൂർ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്തുന്നോ, ഉദ്ഘാടന പ്രഭാഷണം നടത്തി എന്നിട്ട് അവിടെ ഒരു വാർത്ത വന്നു. അപ്പൊ എന്നോട് ആളുകൾ കൊണ്ടുവന്നവർ ഇങ്ങനെ, ഞാൻ പറഞ്ഞപ്പോ അവിടെ പോയി നമ്മൾ എന്താ പറയുന്നു എന്നല്ലേ നോക്കേണ്ടത്. അത് വളരെ പെട്ടെന്ന് പണിയെടുപ്പിച്ച് വേറൊരു പത്രത്തിൽ വേറൊരു കോലത്തിൽ വരുത്തി. ആ പത്രത്തിൽ മലപ്പുറം ജില്ലയിൽ തിരൂരിൽ എന്നെ ഉച്ചക്കൊരാൾ വിളിച്ചു. ഇത് പറഞ്ഞു ഈ പത്രങ്ങളിൽ വന്നതെല്ലാം കൂടി എടുത്തിട്ട് ഒരു നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട് ഹുസൈൻ മടവൂർ മീലാദ് പ്രഭാഷണത്തിൽ. ഞാൻ അവരോട് പറഞ്ഞു KP മുഹമ്മദ് മൗലവി അയച്ചൊരു കാര്യം, അത് ദീനിനെ കുറിച്ച് പഠിപ്പിക്കാനുള്ളൊരു അവസരം, ആ അവസരത്തെ ഉപയോഗപ്പെടുത്തണോ വേണ്ടേ? മാത്രമല്ല ഞാനല്ലാത്ത എല്ലാ ആളുകളും പോയിട്ടില്ലേ? അപ്പൊ വേറെ ആളിനോട് ഫോൺ ചെയ്ത് കോഴിക്കോട് ചോദിച്ചു, നിങ്ങൾക്ക് മലബാറിലൊരു നിയമവും തിരുവിതാംകൂറിൽ വേറെ നിയമമുണ്ടോ ഇസ്ലാം ദീനിന്? ഇവിടെ ഞങ്ങളൊരു നബിദിന പ്രഭാഷണം സംഘടിപ്പിച്ച് ഞങ്ങൾ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വരും, പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, കൂക്ക് വിളിക്കരുത്, കച്ചറുണ്ടാക്കരുത്, ശാന്തമായി പ്രസംഗിക്കാൻ സമ്മതിക്കണം, ഞാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ പറയാൻ കഴിയണം, സുഖമായി തിരിച്ചു പോകാനും സമ്മതിക്കണം. നമ്മുടെ നാട്ടിൽ മതപ്രഭാഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ലൈനും രൂപം വേറെ കോലത്തിലാണല്ലോ, ബഹളവും കുഴപ്പങ്ങളും. അപ്പൊ അത്രയേ ഉള്ളൂ. ഇത് ആലോചിച്ചു നോക്കൂ, മനുഷ്യരാശി ഐക്യപ്പെട്ടു വരുമ്പോ ആ വിഷയങ്ങൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ കഴിയണ്ടേ, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കണ്ടേ? ഒരു മനുഷ്യന് ഒരു ആദർശം ഉണ്ടോ വിചാരിച്ച് ആ മനുഷ്യന് വേറെ യാതൊന്നുമില്ലേ? അങ്ങനെയുണ്ട് ഒരു മനുഷ്യന്റെ ആദർശമുണ്ട്, ദൈവം കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ എന്നാലും അവന് മനുഷ്യനല്ലേ? ആ ഒരു സംഗതി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും മാതിരിയല്ലേ? ദൈവം മുജാഹിദാണ്, അവൻ സുന്നിയാണ്, ഇവൻ ഈ ഗ്രൂപ്പാണ്, അവൻ ആ ഗ്രൂപ്പാണ്. ഇവനൊരു മനുഷ്യനല്ലേ? ആ മനുഷ്യൻ എന്ന മനുഷ്യത്വം നമ്മൾ കാണണ്ടേ? ആ നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയണ്ടേ? അതാണ് പാരമ്പര്യം. നിങ്ങൾക്കറിയാം തിരൂരങ്ങാടി യതീംഖാന മുജാഹിദുകൾ നടത്തുന്ന സ്ഥാപനം.
അവിടുത്തെ ദീൻ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലുള്ളതാണ്. അവിടുത്തെ പള്ളിയിൽ സ്ത്രീകൾ വരുന്നുണ്ട്, അവിടുത്തെ ജുമാ ഖുത്ബ മലയാളത്തിലാണ്. അങ്ങനെയാണത്, എല്ലാവർക്കും അറിയാം. ആ യത്തീംഖാനയിലെ പള്ളിക്ക് തറക്കല്ലിട്ടതാരാ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഒരിക്കലും മുജാഹിദായിട്ടില്ലല്ലോ. തങ്ങൾ സമസ്തയുടെ ഒരു അനിഷേധ്യനായ നേതാവാണെന്ന്. ആരാ അധ്യക്ഷൻ? കെ മൗലവി സാഹിബ്. KNM സ്ഥാപക പ്രസിഡന്റാണ്, ആദ്യത്തെ പ്രസിഡന്റ്. കെ മൗലവി സാഹിബ് അധ്യക്ഷം വഹിക്കുകയും ബാഫക്കി തങ്ങൾ തറക്കല്ലിടുകയും ചെയ്ത സ്ഥാപനം അവിടെ പോയ ഇപ്പോഴും ഉണ്ട്, ഫൗണ്ടേഷൻ സ്റ്റോണിലത്. അന്നത്തെ മുജാഹിദീങ്ങൾക്ക് തോന്നിയോ കെ മൗലവിക്ക് ആദർശ ചെയ്യാനുണ്ടായിരുന്നു? സുന്നികൾക്കാർക്കെങ്കിലും തോന്നിയോ ബാഫക്കി തങ്ങൾ ഇങ്ങനെ ചെയ്തത് ഒരു വ്യതിയാനമായും? ഇല്ല, അത് ഉൾക്കൊണ്ടിരുന്നു അവര്. 50 കൊല്ലം കഴിയുമ്പോഴേക്ക് നമ്മുടെ വിവരം താഴോട്ട് വരികയാണ്. അങ്ങനെയല്ലല്ലോ. ആ കാലഘട്ടത്തിനേക്കാൾ ഏറെ മനുഷ്യാവകാശങ്ങളും മനുഷ്യ സ്നേഹവും ഒക്കെ ഉയർന്നു വരുന്നു സംസ്കാരത്തിന്റെ രംഗത്ത്, എന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ചിന്ത